നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേതാനുഭവ കഥയാണ്. ഇതെല്ലാവർക്കും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അനുഭവിച്ചവർക്ക് എൻ്റെ ബുദ്ധിമുട്ട് അറിയാവുള്ളൂ. ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത്. അതിനോടൊപ്പം ഇതുപോലുള്ള പ്രേതബാധകൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, ഇതിൻ്റെ അവസ്ഥകൾ അറിയാം. പക്ഷേ അത് പേടിയാണ് എല്ലാവർക്കും. പക്ഷെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ പ്രേതം എങ്ങനെ പിടിക്കുന്നു, എന്താണ് ഇത് നമ്മളിലേക്ക് വന്നാൽ ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നത്, ഇതിനെങ്ങനെ ഒഴിവാക്കാം, ഇത് വരാതിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഈ പ്രേതബാധ ആത്മാക്കൾ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ എൻ്റെ ചാനൽ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതബാധ ഒരു സംഭവ കഥയാണിത്. അപ്പം എല്ലാവർക്കും ഈ പ്രേതത്തിനെ കുറിച്ച് അറിയാൻ വലിയ ആഗ്രഹമാണ്. കാരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇല്ലെങ്കിൽ അത് നമ്മളിലേക്ക് വന്നാൽ നമ്മൾ കാണിക്കുന്ന, അതായത് വന്ന ആൾക്കാർ, പ്രേതം പിടിച്ച ആൾക്കാർ കാണിക്കുന്ന ചേഷ്ടകൾ തന്നെയാണ്. പേടിയുണ്ട്, എല്ലാവർക്കും പേടിയാണ്. പക്ഷേ എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാൻ വലിയ താല്പര്യമാണ്. വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഇത് തരുന്നത്. വ്യത്യസ്തമായ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ എന്നാൽ സമാനമായ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ളത് ആയിരക്കണക്കിന് അല്ല എന്ന് തന്നെ പറയാം. പ്രേതങ്ങളെ ഞാൻ ആത്മാക്കളെ ഒഴിപ്പിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാം ഏകദേശം സമാനതകളുള്ളതാണ്, ഒരുപോലെയൊക്കെയാണ്. വ്യത്യസ്തമായിട്ടുള്ളതും ഒരുപാടുണ്ട്. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഈ പ്രേതം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു അവസ്ഥയാണ് പറയുന്നത്. അതായത് ഒരാള് ഉച്ചയ്ക്ക് ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിയാണ്. അയാൾ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കൊണ്ട് വീടിൻ്റെ തൊട്ടടുത്ത് ഒരു അമ്മയും ഒരു മകനും മകളും താമസിക്കുന്നുണ്ട്. മകൾക്ക് കല്യാണമായില്ല, മകന് കല്യാണമൊന്നും ആയില്ല. നല്ല പയ്യനാണ് ഈ മകൻ. അവൻ നല്ല രീതിയിൽ നല്ല വേറെ ദുശീലങ്ങളൊന്നും ഇല്ലാത്തവനാണ്. അപ്പൊ ഇദ്ദേഹം ഈ തെങ്ങ് കയറ്റക്കാരൻ അയാളുടെ ഭാര്യയും 2 കുട്ടികളും ഈ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പൊ തൊട്ടടുത്ത വീട്ടിലാണ് ഇയാൾ ഉണ്ണാൻ വന്നപ്പോഴത്തേക്ക്, ചോറിന് മുമ്പിൽ ഇരുന്നപ്പോഴത്തേക്കാണ് തൊട്ടടുത്ത വീട്ടിലെ അവൻ വിളിച്ചു, ഇങ്ങനെ ഒന്ന് തേങ്ങ വെട്ടാനുണ്ടായത്, ഊണ് കഴിഞ്ഞിട്ട് വന്ന് വെട്ടിത്തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു അത് വേണ്ട, ഞാനിപ്പോൾ വരാം. കാര്യം വെച്ചാൽ ഊണ് കഴിഞ്ഞാൽ പിന്നെ വയറ് നിറഞ്ഞു, പിന്നെ തെങ്ങി കയറാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 1 2 കൂടെ വെട്ടാനുള്ളൂ. അപ്പൊ ഇത് 2 ഞാൻ ഇപ്പൊ വന്ന് വെട്ടി തന്നിട്ട് കഴിക്കാം. അപ്പൊ ഭാര്യ നിർബന്ധിച്ചിട്ട് വേണ്ട, ചോറിട്ട് വെച്ചല്ല, കഴിച്ചിട്ട് പോകുന്നു പറഞ്ഞു. ഇയാൾ പറഞ്ഞു അത് കുഴപ്പമില്ല, വരട്ടെ. ചോറ് കഴിച്ചാൽ പിന്നെ തെങ്ങ് കയറ്റത്തിന് ബുദ്ധിമുട്ടാകും, പൈസയ്ക്കും ആവശ്യമുണ്ട്, അതുകൊണ്ടായിരിക്കാം. അദ്ദേഹം ആ ചോറ് വിളമ്പി വെച്ച ചോറ് അവിടെ വെച്ചിട്ട് നേരെ ഈ തെങ്ങിന്റെ മുകളിൽ കയറി. പക്ഷെ ആ തെങ്ങിന്റെ മൂട് ചെത്ത് പൊടിഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു തെങ്ങായിരുന്നു അത്. ശ്രദ്ധിച്ചു, എന്താണെന്നറിയില്ല. ഇയാൾ മുകളിൽ കയറി വെട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് തെങ്ങ് മറിഞ്ഞു. അവർ കണ്ടോണ്ട് നിന്നവർ പറഞ്ഞത് ഇയാള് തെങ്ങ് മറിഞ്ഞിങ്ങനെ വരുമ്പോൾ തെങ്ങ് തന്നെ പിടിച്ചിരുന്നു. അവസാനം ഈ തെങ്ങ് വന്ന് വീണിട്ട്, തറയിൽ വീണിട്ട് തിരിച്ച് ഇതിങ്ങനെ എക്കി ഒരു അടി അടിച്ച് ആ അടിയിൽ ഇയാള് തെറിച്ച് ദൂരെ പോയി. അപ്പോൾ തന്നെ മരിച്ചു എന്ന് തന്നെ മനസ്സിലാക്കും. പെട്ടെന്ന് ഈ പയ്യൻ തന്നെ തേങ്ങ കൊട്ടാൻ വേണ്ടി വിളിച്ച പയ്യൻ തന്നെ ഓടി വന്ന് ഇയാളെ എടുത്ത് കോരി തോളിലിട്ടിട്ട്, അവ എത്ര സൈസൊക്കെ ഉള്ളവനാണ്. അപ്പോഴത്തേക്ക് തൊട്ടടുത്ത് നിന്ന് ഓട്ടോറിക്ഷയാണ് വന്നത്. ഓട്ടോറിക്ഷയിൽ കയറ്റി ഇവൻ തന്നെ മടിയിൽ കിടത്തി കൊണ്ടുപോയി. ഭാര്യ മക്കളൊക്കെ അടുത്ത വണ്ടിയിൽ നേരെ, അവർക്കൊന്നും ഓടി എത്തുന്നതിന് മുമ്പ് ഇവരെ പോയി. ഒരു ഓട്ടോറിക്ഷയാണ്. അപ്പൊ അടുത്തടുത്ത് വണ്ടി ഉണ്ടായിരുന്നു. എല്ലാ വണ്ടിയിലോട്ടും പോയ ആൾക്കാർ പോയി. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും ഇവന്റെ മടിയിൽ എന്നല്ല, തോളിലാണ് കിടന്ന് എടുത്തോണ്ട് പോയത്. അപ്പോഴും തന്നെ ഇയാൾ ഇങ്ങനെ തോളിൽ കിടന്ന് വെപ്രാളപ്പെട്ട് ആള് മരിച്ചുപോയി. തിരിച്ചു കൊണ്ടുവന്നു, അടക്കമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞു. അപ്പം നാട് മൊത്തവും ദുഃഖത്തിലാണ്. കാര്യം ഈ ഒരു ഭാര്യയും 2 കുട്ടികളുടെയൊക്കെ അവസ്ഥ ചിന്തിച്ചിട്ട് വളരെ, തെങ്ങ് കയറ്റം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വളരെ ഇപ്പോഴൊന്നും അല്ല കേട്ടോ, വളരെ നാളുകൾക്ക് മുമ്പുള്ളൊരു കഥയാണ്, സംഭവമാണിത്. അപ്പൊ എല്ലാവർക്കും ഒരു വിഷമമായി. പക്ഷെ പിന്നീട് മരണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ പയ്യൻ, ഈ തൊട്ടടുത്ത് താമസിക്കുന്ന ഈ ജീവിച്ചിരിക്കുന്ന പയ്യൻ, അയാൾ ജോലി ചെയ്ത് വന്നിട്ട് ഈ കിട്ടുന്ന പൈസ എല്ലാം ഈ അമ്മയ്ക്കും 2 കുട്ടികൾക്കുമായിട്ട് ഇങ്ങനെ കൊടുക്കും. കൊടുത്തപ്പോൾ ആദ്യം അവരൊക്കെ വിചാരിച്ചു ഒരു സ്നേഹത്തിന്റെ പുറത്ത് കാര്യം ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ. ഇയാൾ വിളിച്ചിട്ടാണല്ലോ അയാൾ വന്ന് ചോറ് കഴിക്കാനിരുന്നൊരു മനുഷ്യനെ വിളിച്ചു വരുത്തി മരിച്ചു. ഒരു ദാരുണമായ അന്ത്യമായിരുന്നു. കാര്യം കണ്ടു നിന്നവർ, അപ്പൊ അടുത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. കണ്ടു നിന്നവർ പറഞ്ഞു ആ തെങ്ങ് വീണിട്ട്
തിരിച്ചൊരടിയടിച്ച് ആ അടിയിലാണ് ഇവൻ തെറിച്ച് അങ്ങ് പോയത്. അതായത് തെങ്ങ് താഴേക്ക് വരുമ്പോൾ പോലും ഇവൻ ചെയ്തത് ഇവൻ്റെ വെട്ടോത്തി അവൻ ദൂരെ എടുത്ത് എറിഞ്ഞിട്ട് ഈ തെങ്ങിൽ പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ തെങ്ങ് തിരിച്ചടിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ സംഭവിച്ചു പോയി. അപ്പോൾ ഈ പയ്യൻ ഇങ്ങനെ ജോലി ചെയ്യുന്നതെല്ലാം കൊണ്ടു ചെന്ന് ഈ സ്ത്രീക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആദ്യമൊന്നും വീട്ടുകാർ എതിർത്തില്ല. കുറച്ച് കഴിയുമ്പോൾ വീട്ടുകാരൊക്കെ അതിനെ ഒന്ന് കുറയ്ക്കാനൊരു ശ്രമമൊക്കെ നടത്തി നോക്കി. ഈ അമ്മയും സഹോദരിയും കൂട്ടുകാരും ഒക്കെ പറഞ്ഞു. പക്ഷേ അവൻ്റെ ഭാവം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. അവൻ അത് മറ്റൊരു സ്ത്രീയായിട്ട് കാണുന്നില്ല. അവൻ പറയുന്നു, അത് എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുട്ടികളാണ്, എനിക്ക് അവരെ സംരക്ഷിച്ചേ പറ്റൂ. ആദ്യമൊക്കെ കേട്ടവർ അന്തം വിട്ടു. ഇവ എന്താണ് ഈ പറയുന്നതെന്ന് ഒരു പിടിയും കിട്ടിയില്ല. അങ്ങനെ അമ്മ പറഞ്ഞു, ഇനി ഒരു കാരണവശാലും നീ അവർക്കൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുമായിട്ട്, അതായത് ഈ വീട്ടിൽ പോകരുതെന്നോ ഒന്നും കൊടുക്കരുതെന്നോ പറയുന്നവരുമായിട്ടൊക്കെ ഇവൻ ഭയങ്കരമായിട്ട് വഴക്കിടുന്നു. അടിവരെ ആയിട്ടുണ്ട് സുഹൃത്തുക്കളായിട്ട്. ഇവനൊരു ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ. പക്ഷെ ഈ സ്ത്രീ, ഈ 2 കുട്ടികളുള്ള ഈ സ്ത്രീ എന്ന് വെച്ചാൽ അവർക്കൊട്ടും ഇഷ്ടമല്ല. അവര് അപൂർവമായിട്ട് കണ്ട ചില സ്ത്രീകളിൽപ്പെട്ടവരാണ് അവര്. ഭർത്താവ് മരിച്ചിത്ര ആയിട്ട് പോലും അവർക്ക് മറ്റൊരു പുരുഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവൻ കൊടുക്കുന്ന സഹായങ്ങളൊന്നും സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. അവർ വേറെ എന്തോ ജോലിക്ക് പോയിട്ടൊക്കെയാണ് അവർ ജീവിക്കുന്നത്. ഇവൻ ഒരു വിധത്തിൽ അവരെ ജോലിക്ക് വിടും. അതായത് ഒരു ഭർത്താവിനെ പോലെ അധികാരം കാണിക്കുന്നു. ആ കുട്ടികളും ആ സ്ത്രീയും ഇവനോട് അങ്ങനെ ഒരു അടുപ്പം കാണിച്ചില്ല. വെറുപ്പ് കാണിച്ച് അകറ്റി നിർത്തിയാൽ പോലും അവൻ അതൊന്നും വിഷയമല്ലാത്ത വിധം അവരിങ്ങനെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് ഈ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നു. അവസാനം ഇത് പ്രശ്നമായി കഴിഞ്ഞ് എല്ലാവരും കൂടി, നാട്ടുകാരൊക്കെ കൂടിയിട്ടപ്പോൾ ഇതൊരു കാരണവശാലും പറ്റില്ല, അവന് കല്യാണം കഴിക്കണം, ഈ സ്ത്രീ ഈ സ്ത്രീയോടൊപ്പം ജീവിക്കണം. പക്ഷെ അവനെ കല്യാണം കഴിപ്പിക്കാൻ അവൻ്റെ വീട്ടുകാർ തയ്യാറാകുന്നു. അവസാനം ഈ സ്ത്രീ അടുത്തുള്ള സ്ത്രീകളുമായിട്ട് ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഇങ്ങനെയല്ലാതെ എൻ്റെ മനസ്സിൽ ഒരാളും എനിക്കില്ല, എനിക്ക് ഒരു കാരണവശാലും അവരോടൊപ്പം ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതായത് ഈ യുവാവ് മനസ്സിൽ വിചാരിച്ചതൊന്നും നടക്കാതെ വന്നപ്പോൾ അവൻ കൂടുതൽ അക്രമാസക്തമായി എന്നുള്ളതാണ്. 10 പേര് കൂടി നിൽക്കവേ എന്നെ ഇവളോട് ചോദിക്കുന്നു, ഞാൻ നിന്റെ ഭർത്താവാണ്, നിനക്ക് എന്നെ മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഇവൾ അന്തം വിട്ട് നിന്ന് നിലവിളിച്ച് കരയുകയാണ് ഈ സ്ത്രീ, ഈ ഭാര്യ. പലരും അവനെ വിലക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ തെളിവുൾപ്പെടെ പറയുന്നു. അതായത് ഈ ഭാര്യയ്ക്കും ഭർത്താവിനും, ഈ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും അറിയാൻ അവന് മാത്രം അറിയുന്ന ഒരുപാട് രഹസ്യങ്ങൾ അവൻ തുറന്നു പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ ഒന്നും പുറത്തു പറയാൻ പറ്റുന്നതല്ല. പക്ഷെ പുറത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇവർ ഒരു ദിവസം തൊട്ടടുത്ത് മാർക്കറ്റുണ്ട്. ഈ മാർക്കറ്റിലേക്ക് പോയപ്പോൾ വഴിയിൽ കിടന്നൊരു സ്വർണം, ഒരു തുണ്ട്, ഒരു കമ്മലിൻ്റെയോ എന്തിൻ്റെ ഒരു തുണ്ട് സ്വർണം ഇവർക്ക് കിട്ടി. അത് ഇവരെടുത്തിട്ട് വളരെ ദൂരെ ഒരു തട്ടാനടുത്ത് കൊണ്ടുപോയി അത് പരിശോധിച്ചു. സ്വർണ്ണമാണെന്നറിഞ്ഞ് പൈസ വാങ്ങിച്ചു. അത് വിറ്റ് പൈസ വാങ്ങിച്ചു. ആരെന്നും അവർ അന്വേഷിച്ചില്ല. ദാരിദ്ര്യം കൊണ്ട് അവരത് ചെയ്താണ്. ഈ കാര്യം വരെ ഈ സ്ത്രീയോട് ഇവൻ പറയുകയാണ്, അങ്ങനെ സംഭവിച്ചിട്ടില്ലേ, ഇതെനിക്കും നിനക്കും മാത്രമല്ലേ അറിയാവൂ, നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയില്ലല്ലോ. ഇങ്ങനെ അത്ഭുതകരമായ പല കാര്യങ്ങളും, ഇവർ തമ്മിലുള്ള പല വിഷയങ്ങൾ, രണ്ടുപേരുടെയും ദുസ്വഭാവങ്ങൾ, രഹസ്യമായി വഴക്കുണ്ടാക്കിയ കാര്യങ്ങൾ, ഇതൊന്നും പറയാൻ പറ്റുന്ന ഇതെല്ലാം അങ്ങനെയോ വെട്ടി തുറന്ന് പറയണം. അപ്പോഴത്തേക്ക് ഈ കേട്ടു നിന്നവർക്കെല്ലാം മനസ്സിലായി ഇതൊരു രൂക്ഷമായ അവസ്ഥയാണ്. അവൻ കാരണമാണ് അവൻ വീണ് മരിച്ചു പോയത്. അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു സഹതാപമല്ല, ഇതൊരു ആത്മാവിൻ്റെ ഒരു പ്രവേശനം തന്നെയാണ്. അതും ഏതാത്മാവ്? ഈ തെങ്ങ് കയറ്റ തൊഴിലാളിയായിട്ടുള്ള ആത്മാവിന്റെ ഒരു പ്രവേശനം തന്നെ. ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ പുറത്തുണ്ടാകുന്നു. അതവസരം നാട്ടുകാർ ഇടപെടുന്നു, അവിടുത്തെ വേണ്ട മുതിർന്ന ആൾക്കാർ ഇടപെടുന്നു. എന്തിനു പറയുന്നു, രാഷ്ട്രീയ പാർട്ടിക്കാർ വരെ ഇടപെട്ട് ഒതുക്കേണ്ട ഒരു കേസ്. അവസാനം ആളുടെ കയ്യിൽ നിൽക്കാതെ വന്നപ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഞാൻ തന്നെയാണ് അവിടെ പോയി കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഇത് തന്നെയാണ്. കാര്യം വെച്ചാൽ ഈ പറഞ്ഞ രഹസ്യങ്ങൾ, അതാണ് ഈ ആത്മാക്കൾ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ഇതാണ്. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രം അറിയാമായിരുന്ന ഒരു രഹസ്യം, ഒരുപാട് രഹസ്യങ്ങൾ, അത് ഒന്നെടുക്കുക. ഒരു രഹസ്യം, ഭർത്താവ് മരിച്ചുപോയി. പിന്നെ ഭൂമിയിൽ ആകപ്പാടെ അറിയാൻ പറ്റുന്ന ഒരാള് ഈ ഭാര്യയാണ്. പക്ഷെ അത് വള്ളി പുള്ളി തെറ്റാതെ ഇവൻ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ജീവിച്ചിരുന്ന സമയത്തിന് ഈ ഭർത്താവും ഈ പയ്യനുമായിട്ട് അങ്ങനെയുള്ള ഒരു ബന്ധമൊന്നുമില്ല. കണ്ടാൽ ചിരിക്കും, വിശേഷങ്ങൾ ചോദിക്കും, അടുത്തടുത്ത് താമസിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ പോലുള്ള ഒരു മാനസിക ബന്ധം ഇവർ തമ്മിൽ ഇല്ലായിരുന്നു. അതുമല്ല, ഈ ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ അത് ആരും അങ്ങനെ പുറത്തു പറയില്ല, അതുവരെ ഇവൻ പറയുന്നു എന്നുള്ളതാണ്. ഇതാണ് ഈ ആത്മാക്കൾ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. കാര്യം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു.
അങ്ങനെ അതിനെ ഒഴിവാക്കാൻ വേണ്ടി പൂജയൊക്കെ ചെയ്ത് എല്ലാവരും കൂടെ സഹകരിച്ച് തന്നെയാണ് പൂജയൊക്കെ ചെയ്ത് ഒഴിവാക്കി. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ആ ഭാഗത്തുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടിയാണ് എന്നെ അവിടെ അവതരിപ്പിച്ചിട്ട് വിളിച്ചു കൊണ്ടുപോയി അത് ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ ഇത് സംഭവിച്ചത് ഈ വീണു ഈ പയ്യൻ തന്നെയാണ് എടുത്ത് അവനെ തോളിൽ കയറ്റി നേരെ ഓട്ടോറിക്ഷയെ കൊണ്ടുപോയത്. ഇവൻ്റെ മടിയിൽ കിടന്ന് തന്നെ. അപ്പം ഈ തോളിലേക്ക് വീണപ്പോൾ തന്നെ ഈ ശരീരത്തു നിന്നും ഏകദേശം ആത്മാവിൻ്റെ ഏകദേശം അംശം പുറത്തു പോയി കഴിഞ്ഞിരുന്നു. തൊട്ടടുത്തിരുന്ന് ഈ ശരീരത്തിലേക്ക് അവനെ കയറാൻ സാധിച്ചു. ഈ ശരീരത്തിൽ വന്ന് പറഞ്ഞതാണ്, എൻ്റെ ശരീരം വിട്ട് ഞാൻ പുറത്തു വന്നപ്പോൾ, എൻ്റെ ആത്മാവ് പുറത്തു വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഇവനെയാണ് കിട്ടിയത്, ഇവനിലേക്ക് എനിക്ക് കയറാൻ സാധിച്ചു. അത് എങ്ങനെയെന്ന് ഈ ആത്മാവിനും അറിയില്ല, പക്ഷെ കയറാൻ സാധിച്ചു. കയറി പൂർണ്ണമായിട്ടും ഈ ആത്മാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനും എൻ്റെ ഭാര്യയെയും കുട്ടിയെയും കുട്ടികളെയും സംരക്ഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ കാര്യങ്ങൾ ചെയ്തതെന്ന്. പിന്നെ അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു, പൂർണ്ണമായും അതിനെ ഒഴിവാക്കി കൊടുത്തു. പിന്നീടും ഒരുപാട് നാൾ എനിക്ക് ആ കുടുംബത്തിനെ കുറിച്ച് അറിയാമായിരുന്നു. പക്ഷെ ആ സ്ത്രീ വളരെ, അവർ വേറെ കല്യാണം കഴിക്കുന്നത് തെറ്റെന്നല്ല പറഞ്ഞത്, പക്ഷെ അവരതിന് തയ്യാറായില്ല. ഒരുപാട് വീട്ടുജോലിയും അങ്ങനെയൊക്കെ ഒരുപാട് ജോലികൾ ചെയ്തു ആ കുട്ടികളെ പഠിപ്പിച്ചു. ആ കുട്ടികളെല്ലാം ഒരുവിധം നന്നായി പഠിച്ചു, നല്ല നിലയിൽ വന്നു എന്ന് പിന്നീട് എനിക്ക് അറിയാൻ സാധിച്ചു. ഈ പയ്യൻ പിന്നീട് കുറച്ച് ആളിപ്പോൾ വിവാഹം കഴിച്ചു, അവനും സന്തോഷമായിട്ട് ജീവിക്കുക. അതിനുശേഷം ഇവർ തമ്മിൽ അങ്ങനെ അവനൊരു മാനസികാവസ്ഥയോ അങ്ങനെ ഒരു സംഭവമോ ഒന്നുമില്ല. നാട്ടിലുള്ള ഒരുപാട് പേര്, പാർട്ടിക്കാരുൾപ്പെടെ ഈ കുടുംബത്തിന് ഒരുപാട് സഹായിച്ചു. അങ്ങനെ അവർ നന്നായി പഠിച്ചു, കുട്ടികളും വളർന്നു വലുതായി എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഈ ആത്മാക്കളുടെ, പ്രേതങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഇത് പലരും ചോദിക്കുന്നു, അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിനെന്താണ് ഉത്തരം? 2 പേർക്ക് മാത്രം അറിയാമായിരുന്ന ഒരു രഹസ്യം. അതിൽ ഒരാൾ മരിച്ചു പോകുന്നു. ആ മരിച്ച ആത്മാവ് മറ്റൊരു ശരീരത്തിൽ വന്ന് പറയുമ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ആൾ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇത് എനിക്കും എൻ്റെ ഭർത്താവിനും മാത്രമേ അറിയാമായിരുന്നുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കെങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സമയക്രമം അനുസരിച്ച് ഒന്നൊന്നായിട്ട് ഞാൻ പറയാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമി ദോഷമോ വാസ്തുദോഷമോ അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളുണ്ട്, അത് ഞാൻ അവിടെ നേരിട്ട് വന്ന് കണ്ട് അത് കണ്ടുപിടിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ തന്നെ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ പോലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പൂർണ്ണമായും അതിന് നിങ്ങൾക്ക് ഞാൻ പരിഹരിച്ചു തരാം. അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. അത് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത്, അവിടെയാണ് നിങ്ങൾ വരേണ്ടത്. അവിടെ വരുന്നവർ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.